കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി പ്രാഥമിക റിപ്പോർട്ട് നൽകി. ക്ഷേത്ര ഭാരവാഹികളും ആനപ്പാപ്പാന്മാരും ഉൾപ്പെടെ 6 പേരാണ് പ്രതികൾ. വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും നാട്ടാന പരിപാലന ചട്ടപ്രകാരവുമാണ് കേസ്. അതേസമയം പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട്. ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ പേരാമ്പ്ര കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടായ വീഴ്ചകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ഭാരവാഹികളായ 2 പേർ, പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളുടെ 4 പാപ്പാന്മാർ. ഇവരെ പ്രതി ചേർത്താണ് സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. പടക്കം പൊട്ടിച്ചു, ആനകളെ പരിപാലിക്കുന്നതിലും എഴുന്നള്ളിക്കുന്നതിലും അശ്രദ്ധ കാട്ടി തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. വന്യജീവി സംരക്ഷണ നിയമവും നാട്ടാന പരിപാലന ചട്ടവും പ്രകാരമാണ് കേസ്. കഴിഞ്ഞ ദിവസം മന്ത്രി AK ശശീന്ദ്രൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. വെടിക്കെട്ടിന്റെ വലിയ ശബ്ദമാണ് ആനകളെ പ്രകോപിപ്പിച്ചതെന്നാണ് വനം വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇക്കാര്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയും വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. ആന തകർത്ത കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ വീണായിരുന്നു മിക്കവർക്കും പരിക്കുപറ്റിയത്. ഇതിൽ 6ഓളം പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. അതേസമയം ക്ഷേത്രോത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ADM, സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഉത്സവത്തിന്റെ അവസാന ദിവസമായ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 3 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമുണ്ടായത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ അലക്ഷ്യമായി സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്ന കുറ്റം കൂടി ചുമത്താനുള്ള സാധ്യതയുണ്ട്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.